അതുമല്ല, നിങ്ങള് ആരതിയുടെ കല്യാണത്തിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെന്നും അറിഞ്ഞു. എന്തായാലും 4 പെൺമക്കളുള്ള ഒരു വീട്ടിൽ ചെലവ് കൂടുതലായിരിക്കില്ലേ? അതെടുത്തു. അമ്മേ, എന്താ ഈ കാണിക്കുന്ന അമ്മേ? ഇവര് തമ്മിലുള്ള ബന്ധം കാശിന്റെ പുറത്താണോ? കമോൺ വേദാന്ത്, നീ എന്തിനിങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നേ? സെറ്റിൽമെന്റ് ആയിരുന്നെങ്കിൽ ഞാൻ വേറെ രീതിയിൽ സംസാരിക്കുള്ളൂ. ഞാനിതിനെ ഒരു കൺസേൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. അമ്മേ പ്ലീസ്, മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോയോ? മരുമക്കളുടെ വീട്ടുകാര് ദൈവത്തിന് തുല്യരാന്നാ. അവരെ മകൾ ഇപ്പൊ നമ്മുടെ മരുമകളാ അമ്മേ. ആരതിയെ പോലൊരു കുട്ടിയെ കിട്ടിയത് നമ്മുടെ പുണ്യമാണ്. ആ കാര്യങ്ങളൊന്നും കാശുകൊണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചത്. ഈ പൈസ അവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. അതുപോലെ നമ്മളോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് അവർക്ക് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അതായിരിക്കാം. അമ്മയുടെ കൺസേൺ ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷെ അവർ ഈ കാര്യം ചെയ്തൊക്കെ ഒരു കുടുംബം ആയതുകൊണ്ടാ. ആ കടം കാശ് കൊടുത്താൽ തീരില്ലമ്മേ. കാശിന്റെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനുള്ള കഴിവുമില്ല. അമ്മേ, നിങ്ങൾ വരൂ. ചേട്ടന് റൗഡി കൊച്ച് ഒന്നാവുന്നതേ ആ ദൈവത്തിനൊരു ഇഷ്ടമെന്നാ തോന്നുന്നേ. പാവം ആ സാഹിത്യം ഒറ്റയ്ക്കായി പോയി. അമൂല്യക്ക് ആ വെയിറ്റ് എടുക്കാൻ പറ്റാഞ്ഞപ്പോഴേ ചേട്ടനും കൂടി വന്ന ആരതി എടുത്തേ. ആ ദൈവസങ്കല്പം എന്താണെന്നും അവന്റെ മനസ്സിലുള്ള എന്താണെന്നും ആർക്കും അറിയില്ല. പക്ഷെ ചേട്ടന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ആണോ? അമ്മു ചേട്ടനെ ഇഷ്ടപ്പെടുന്ന പോലെ ചേട്ടൻ തിരിച്ചു അമ്മുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഏട്ടത്തി? ഇല്ല ആരതി, അവൻ അവളേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. മനസ്സ് നിറയെ അവൻ അവളോട് സ്നേഹ. പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നാ അവൻ അറിയാത്തത്. ഇത് തന്നെ എത്ര ദിവസം പറഞ്ഞോണ്ടിരിക്കും? നമ്മൾ ഇത് എല്ലാം അറിഞ്ഞിട്ടും അവരെ ഒന്നിപ്പിക്കാതെ വെറുതെ ഇരിക്കണമെന്നാണോ? വെറുതെ ഇരിക്കുന്ന സീനേ ഇല്ല. ഇപ്പോഴും നമ്മൾ അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നേ. ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവർക്കും എല്ലാ കാര്യം നന്നായിട്ടറിയാം. അങ്ങനെയായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം പോട്ടെ, നമുക്ക് വെറുതെ ഇരിക്കാം. നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചാ അതൊരു കാലത്ത് മുന്നോട്ട് പോവില്ല. ആദ്യം ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ചേട്ടാ. നീ ഡയറക്റ്റ് ആയിട്ട് ഈ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞാ വേദാന്ത് ചേട്ടൻ ഉറപ്പായിട്ടും അത് സമ്മതിക്കില്ല. വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ചെയ്യണമെന്നല്ല, ചെയ്യും. അഹങ്കാരി കൊരങ്ങേ, അടിച്ച് ഞാൻ ശരിയാക്കോ. അവിടെ പോയി കിടക്ക. ഡി മുതുക്കി, ഈ കഴുതെ താഴെ കിടത്തിട്ട് നീ മോളി വന്ന് കിടക്ക്. രാത്രി മുഴുവൻ അവളെന്നെ ചവിട്ടി ശരിയാക്കും. ആഹാ, അയ്യടാ, എന്നെക്കാളും നിന്റെ ചവിട്ടാ കൂടുതല്. രാത്രി മുഴുവൻ മരം അറുക്കുന്ന സൗണ്ടാ നിന്റെ കൂർക്കം വലിക്ക്. ചെവിയിൽ ലൗഡ് സ്പീക്കർ വെച്ച പോലെയാ. അമ്പടി, എന്റെ അടുത്ത് ഡയലോഗ് പറയാനും വേണ്ടി വലുതായോ നീ? ഞാൻ കൂർക്കം വലിക്കോ? നീ കേട്ടോടി. അയ്യോ, അവര് രണ്ടുപേരും പോയല്ലോ. ഞാൻ ഇനി ആരുടെ കൂടെ വഴക്കിടുക? ഇതിനി എനിക്ക് തന്നെ പൊതയ്ക്കാലോ. അമൂല്യ, നിങ്ങളടുത്ത് കുറച്ച് സംസാരിക്കാൻ പറ്റുമോ? പറയ് ധ്രുവ. വീട്ടിലെല്ലാരും കണ്ണാന്നാ വിളിക്കുന്നത്. നിങ്ങളും അങ്ങനെ വിളിച്ചാ മതി, കുഴപ്പമില്ല. ശരി, പറ കണ്ണ, എന്താ കാര്യം?
അമ്മ പാനിപ്പൂരി വിൽക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. അവരത്രയും കഷ്ടപ്പെടുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ പോയപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പോ അമ്മയാ വണ്ടി തള്ളിക്കൊണ്ട് വന്നത്. നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. അതൊക്കെ സത്യമാണ്. പക്ഷെ അമ്മ നമ്മൾ പറയുന്ന കേക്കില്ല കണ്ണാ. കേൾക്കുന്ന പോലെ ചെയ്യണം. ശരി, ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കേ. എന്നാലും അമ്മ എന്തായാലും വെറുതെ വീട്ടിലിരിക്കില്ല. കടവെല്ലാം തീർന്നു കഴിഞ്ഞാ ഇപ്പോ ചെയ്യുന്ന ഈ ജോലി വിട്ടല്ലേ പറ്റൂ. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല കണ്ണാ. അമ്മയ്ക്ക് ചെറുപ്പം മുതലേ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു തന്നെയാ ശീലം. കടം തീർന്നാലും അമ്മ എന്തായാലും ഈ ജോലി നിർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇത്രയും വർഷം ജോലി ചെയ്തവരോട് പെട്ടെന്ന് വെറുതെ ഇരിക്കാൻ പറയുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ജോലി ചെയ്യാലോ. എന്ന് വെച്ചാ എനിക്കൊരു ഐഡിയ ഉണ്ട്. നാളെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം. എന്റെ പ്ലാൻ ഉറപ്പായിട്ടും വർക്കാവും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. ശരി, അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച ജോലി ചെയ്തുള്ള കോംബോ ഓഫ് എനിക്കും ഉണ്ട്. ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് അതെടുത്തോളാം. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു അമൂല്യ. ആന്റി എന്തു പറ്റി ആന്റി? ആന്റി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്നാണോ? സോറി ആന്റി, എന്തെങ്കിലും പറയ്. ഷട്ട് അപ്പ്. നല്ല ഭാഷയിലാണ് നിന്നോട് പറഞ്ഞത്. കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാ. പറയുന്നതെല്ലാം തലയാട്ടി കേട്ട് നിന്നിട്ട് നീ ഇപ്പൊ എന്താ ചെയ്തത്? ഡിസ്കസ്റ്റിംഗ്. ആന്റി പ്ലീസ് ലിസൺ ടു മീ. ദേ ഷട്ട് അപ്പ് എന്ന് പറഞ്ഞില്ലേ നിന്നോട്? അങ്ങനെയല്ല. നിർത്ത്. ഇനി മുതൽ ഞാൻ പറയുന്നതൊക്കെ അതുപോലെ അനുസരിക്കണം നീ. അത് മണവിട മാറാതെ എല്ലാം എനിക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം. ഞാൻ എക്സാക്ട് എങ്ങനെ പറയുന്നോ അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ആന്റി. എനിക്കും ഇത് കണ്ട് കണ്ട് മതിയായിരിക്കുക. ഓരോ പ്രാവശ്യവും ഞാനൊന്ന് എക്സ്പെക്ട് ചെയ്യും, പക്ഷെ അതിന് വിപരീതമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ? നീ പറ. എല്ലാത്തിനും കാരണം ആ അമൂല്യം അവളുടെ ഗ്യാങ്ങാണ് ആന്റി. എനിക്കതിനെ കുറിച്ച് അറിയില്ലെന്ന് നീ വിചാരിക്കണ്ട. അവരുടെ കൂടെയുള്ള സഹവാസം കാരണം എന്റെ മകന്റെ സ്വഭാവം വരെ മാറി. ഞാനും അത് തന്നെ പറയാൻ കരുതിയത് ആന്റി. ഇത് കുറച്ച് ഓവറായിട്ടാ എനിക്ക് തോന്നുന്നേ. ഇങ്ങനെ പോയാ വേദാന്ത നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന എന്തായാലും ഉറപ്പാ. മിണ്ടിപ്പോവരുത്. നിന്റെ വായിൽ നിന്ന് ഇങ്ങനൊരു കാര്യം വീഴാൻ പാടില്ലെന്ന് എത്ര പ്രാവശ്യം പറയണം? വേദാന്ത് ഒരിക്കലും ഞാൻ വരച്ചൊരു വര കടന്നു പോവില്ല. അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇനി എന്ത് ചെയ്യും ആന്റി? വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ പരിഹാരമായിട്ട്. എന്താ ആന്റി അത്? നിന്റെയും വേദാന്തിന്റെയും കല്യാണം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നീ വേദാന്തിന്റെ ഭാര്യയായി തീരണം. ഞാൻ ഈ കാര്യം ചെയ്തിരിക്കും. ആന്റി ഇത് ശരിയാണോ? ഞാൻ ഈ കേട്ടത് സത്യമാണോ ആന്റി? പറയുന്നത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശീലം എനിക്കില്ല. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് എന്നെ തടയാൻ ആര് വരുമെന്ന് ഞാനൊന്ന് കാണട്ടെ. നീ എന്തീ കാണിക്കുന്നേ? ഇത് ഭയങ്കര മോശമാണ് കേട്ടോ. രാവിലെ തന്നെ ഇങ്ങനെ ഫോണും പിടിച്ചോണ്ടിരിക്കുന്നത്. ഹലോ, പുതിയ സിനിമയിലെ പാട്ട് റിലീസ് ആയിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് എല്ലാം കണ്ടു, ഞാൻ മാത്രം കണ്ടില്ല. അത് കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഹലോ, അതിന് നീ എന്തിനാ എന്റെ ഫോൺ എടുത്തേ? നമ്മുടെ വീട്ടിലെ ആ മരക്കഴുതയില്ലേ, അവൾക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് എന്റെ വാട്സ്ആപ്പ് എടുത്ത് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അവൾ എന്റെ ഫോൺ എടുത്തോണ്ട് പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്ന് വെച്ച് എന്റെ ഫോണും എടുത്തോണ്ട് പോവോ? ഞാനെന്താ നിന്റെ ഹാർട്ടാണോ എടുത്തോണ്ട് വന്നേ ഇങ്ങനൊക്കെ ചോദിക്കാൻ? അനീതിമാരുടെ കൂടെയാണെങ്കിൽ തുണി മാത്രമല്ല ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാവില്ല.
ഇന്നലെ രാത്രി നിന്റെ ഫോട്ടോ നോക്കി കിടന്നുറങ്ങി. എനിക്കെന്തോ ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യാ. സംതിങ് വെരി അൺയൂഷ്വൽ. ഈ കാര്യം നിന്നോട് പറഞ്ഞേ പറ്റൂ. ഫോൺ താടി, ഫോൺ തരാൻ, ഫോണിങ് തരാൻ. എന്താണ് എപ്പോഴും എന്റെ എന്ന് പറയുന്നത്? തോളിട്ട് പൊട്ടിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലോട്ട് ഇറങ്ങി വാ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? വേദാന്തേട്ടന്റെ മെസ്സേജ് ഉണ്ടല്ലോ. ധീം തക്കത്തോം തക്ക ധീം തക്കത്തോം. ഓഹോ, ധീം തക്കത്തോം ഡെയിലി രാവിലെ ഗുഡ് തക്കത്തോം. മോർണിംഗ് ഒക്കെ അയക്കുന്ന ശീലം ഉണ്ടല്ലേ? അതെന്താ അയച്ചതെന്ന് ഒന്ന് നോക്കിയേക്കാം. ഐ മിസ് യു നോ. വേദാന്തേട്ടൻ ഐ മിസ് യു എന്ന് അയച്ചിട്ടുണ്ടോ? അപ്പോ വേദാന്തേട്ടനും ഫീലിങ്സ് ഉണ്ടല്ലേ? എടി മോരെ കഴുതി, ആരും എഴുതിയ ഡയലോഗ് പറഞ്ഞിട്ട് എന്നെ കൺഫ്യൂസ് ചെയ്യുന്നോ? അയ്യോ, അത് വിടും മുതുക്കി. എന്തിനാ ഇങ്ങനെ കിടന്ന് അലർന്നേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? അയ്യോ, പ്രോബ്ലം അല്ല മുതുക്കി, സൊല്യൂഷൻ നോക്ക്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ സിറ്റിയിൽ വന്നവർ മെട്രോയ്ക്ക് വരുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. അവസാനം നിന്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാൻ സമയായി. ഭ്രാന്തൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതുപോലെ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഞാനേ വെറുതെ പറയുമല്ല, നിനക്ക് ശരിക്കും ഭ്രാന്താ. മെസ്സേജ് നോക്കിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഏത് വലിയ മെസ്സേജ്, ഏത് വലിയ മെസ്സേജാണ്? മെസ്സേജ് വല്ല ഒന്നുമില്ല, നോക്ക്. This message was deleted. Already delete ആക്കിയോ? വേദാന്തേട്ടൻ മിസ് യു അയച്ചിട്ടുണ്ടായിരുന്നടി. അതേടി, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണും കൊണ്ട് ശരിക്കും കണ്ടതാ. നിന്നെ കാണിക്കുന്ന സമയം കൊണ്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞു. വേദാന്ത്, നീ എന്തിനാ അവൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടത്? ഭാഗ്യം അവൾ ആ മെസ്സേജ് കണ്ടില്ലെന്നാ തോന്നുന്നത്. ഇല്ലായിരുന്നെങ്കിലേ അവൾ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച് ആകാശവും ഭൂമിയും ഒന്നാക്കിയിട്ടുണ്ടാവും. നീ എന്തിനാ അവൾക്ക് മിസ് യു അയച്ചത്? നീ എന്താ അവളെ മിസ് ചെയ്തോണ്ടിരിക്കണോ? സീരിയസ്ലി, യു കിഡിങ് മീ? നോ നോ, ചാൻസേ ഇല്ല. ഞാൻ എന്തിനാ അവളെ മിസ് ചെയ്യുന്നത്? പിന്നെ ആരാടാ മിസ് യു മെസ്സേജ് അയച്ചേ? ഇന്നലെ അവളുടെ വീട്ടുകാർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തതല്ലേ, അതുകൊണ്ട് മാത്രം. പെട്ടെന്ന് എണീറ്റ് റെഡി ആവാൻ നോക്ക്. നീ ആരാ? വേദാന്ത് മേനോനാണ്. വെറുതെ കൊച്ചുകുട്ടികളെ പോലെ മിസ് യു എന്നൊന്നും പറഞ്ഞ് കളിക്കാതെ. എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോ നീ എന്നോട് പറയാറില്ലേ, അടിച്ചൊരു പരുവാക്കി നിന്നെ കൊന്നു കളയുന്ന. അതിന് ചെയ്യാൻ പോകുന്ന ഞാനായിരിക്കും ചിലപ്പോ. അയ്യോ, നീയാണ് സത്യം. കൈമാറ്റ്, ഞാൻ വിശ്വസിക്കില്ല. അയ്യോ, ആരുടെ ചേച്ചിയാണ്? അഞ്ചുമാണ് സത്യടി. ഞാൻ വിശ്വസിക്കില്ല. അച്ഛനാണ്, അമ്മയാണ് സത്യം. ദൈവത്തിനാണ് ഞാൻ വിശ്വസിക്കില്ല. ഇപ്പൊ തന്നെ ഒരു 1000 പ്രാവശ്യം നീ എല്ലാരും പിടിച്ച് സത്യം ഇട്ടു. അത് വെറും കള്ളോ. ശരി, ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്യാം. വേദാന്തേട്ടൻ മെസ്സേജ് അയച്ചതാ. അയച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയണ്ട, വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വിശ്വസിക്കാം. ഇത് എന്ത് ലോജിക്കാടി? മെസ്സേജ് എന്താ തന്നെ വരുമോ? അവരയച്ചതുകൊണ്ടല്ലേ വന്നത്. അവരെനിക്ക് അയച്ച മെസ്സേജ് ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? എന്തോ ചിലപ്പോ മെസ്സേജ് എങ്ങനെ മാറി വന്നതായിരിക്കും. അഞ്ചു അല്ലടി ഡ്രാമ ക്യൂൻ, നീയാണ് വലിയ ഡ്രാമ ക്യൂൻ. നല്ലവളാവണം, പക്ഷേ ഇത് കുറച്ച് ഓവറാ. വേദാന്തേട്ടന് പെൺകുട്ടികളെ ഒന്നും ഇഷ്ടമല്ല. എന്നാ പോലും കുറച്ചടുപ്പം നിന്നോട് മാത്രം. അങ്ങനെയുള്ളപ്പോ ചേട്ടൻ വേറെ ആർക്കാ മിസ് യു മെസ്സേജ് അയക്കുക? അപ്പോ ചേട്ടൻ വേറെ ഏതെങ്കിലും പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചാ? അടക്കടി വായോ, വെറുതെ കുരുത്തക്കേട് പറയാൻ നിൽക്കല്ലേ. അയ്യോ, നീ കൺവിൻസ് ആവാൻ വേണ്ടി പറഞ്ഞതാ. ചേട്ടൻ അങ്ങനത്തെ ആളല്ലെന്നാ പറയാൻ വന്നേ. അതിനിടയ്ക്ക് നീ ഓരോന്നേറി പറയണ്ട. ആയിക്കോട്ടെ, നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സംസാരിക്കാം. അവരെനിക്ക് മിസ് യു നയിക്കാനായിട്ട്
അവരെന്തിനാ എന്നെ മിസ് ചെയ്യുന്നത്? ആദ്യമൊക്കെ നീ എന്തിനാ ചേട്ടനെ മിസ് ചെയ്തോണ്ടിരുന്നേ? ആദ്യമൊന്നുമല്ല, ഇപ്പോഴും നീ ചേട്ടനെ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്.